നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. വിദേശ തൊഴിലാളികളുടെ നിരോധനം, കെയർ ഹോമുകൾ അടച്ചിടേണ്ടി വരുമോ? വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള വിലക്ക് രാജ്യത്തെ കെയർ ഹോമുകൾ അടച്ചുപൂട്ടാൻ ഇടയാക്കുമെന്ന് ഒരു കെയർ ഹോം മേധാവി മുന്നറിയിപ്പ് നൽകി. നോർഫോക്കിൽ 6 വീടുകൾ നടത്തുന്ന രാജ് സെഹ്ഗൽ നാട്ടുകാരിൽ നിന്ന് തൊഴിലാളികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വിദേശ തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് തങ്ങളുടേതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വേനൽക്കാലത്ത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ഈ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും റിക്രൂട്ട്മെന്റ് പ്രശ്നങ്ങളും വർദ്ധിച്ചുവരുന്ന ചെലവുകളും ഈ പ്രതിസന്ധിയിലായ വ്യവസായത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് സെഹ്ഗൽ പറഞ്ഞു. താഴ്ന്ന നൈപുണ്യക്കാർക്കുള്ള വിസകൾ കർശനമാക്കുമെന്നും വിദേശത്തു നിന്നുള്ള പരിചരണ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുമെന്നും അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി വാഗ്ദാനം ചെയ്തിരുന്നു. പകരം നിലവിലുള്ള വിദേശ തൊഴിലാളികളുടെ വിസ പുതുക്കുകയോ UK പൗരന്മാരെ നിയമിക്കുകയോ ചെയ്യേണ്ടി വരും. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും ഇത് സേവനങ്ങൾ അവസാനിപ്പിക്കാൻ കാരണമായേക്കാം. ബംഗ്ലാദേശിൽ നിന്നുള്ള ജീവനക്കാരനായ അലമിൻ മിയ വിദേശ തൊഴിലാളികൾ സർക്കാർ നയങ്ങളാൽ അനീതിയായി വേർതിരിക്കപ്പെടുന്നതായി തോന്നുന്നുവെന്ന് പറഞ്ഞു. സ്പോൺസർ ചെയ്ത വിസ നേടാനും രാജ്യത്ത് കൂടുതൽ കാലം തുടരാനും ഇത് സഹായിക്കുമെന്നതിനാലാണ് അദ്ദേഹം കെയർ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. UK ഫ്രാൻസ് അഭയാർത്ഥി കരാർ മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘന സാധ്യതയെന്ന് UN. UKയും ഫ്രാൻസും തമ്മിലുള്ള വിവാദമായ 1 in 1 out എന്ന അഭയാർത്ഥി സംവിധാനം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. ഈ കരാർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾക്ക് കാരണമായേക്കാമെന്ന് UN മുന്നറിയിപ്പ് നൽകി. 9 വിദഗ്ധർ, അതിൽ 7 പ്രത്യേക റിപ്പോർട്ടർമാരും ഡിസംബർ 8, 2025 ലണ്ടനിലെയും പാരീസിലെയും ഭരണകൂടങ്ങൾക്ക് 20 പേജുള്ള ഒരു കത്തയച്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ പദ്ധതിയിൽ അവർ കണ്ടെത്തിയ മനുഷ്യാവകാശ ലംഘന സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ച കത്തിൽ 2 സർക്കാരുകൾക്കും പ്രതികരിക്കാൻ 60 ദിവസത്തെ സമയം നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കത്ത് പ്രസിദ്ധീകരിച്ചു. ഈ കരാറിന്റെ ഭാഗമായി ഫ്രാൻസിലേക്ക് നിർബന്ധിതമായി തിരിച്ചയക്കുന്നതിനായി തടവിലാക്കപ്പെട്ടവരുടെ അനുഭവങ്ങളെക്കുറിച്ച് കത്തിൽ വിശദമായ കേസ് പഠനങ്ങൾ ഉൾപ്പെടുന്നു. സുഡാൻ, ഗാസ, എറിട്രിയ, യമൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളിൽ പലരും പീഡനങ്ങളുടെയും മനുഷ്യക്കടത്തിൻ്റെയും ഇരകളായവരാണ്. പീഡനത്തിനിരയായവരെ ഈ പദ്ധതിയുടെ ഭാഗമായി തടവിലാക്കുന്നത് ക്രൂരവും മാനുഷികമല്ലാത്തതുമായ പെരുമാറ്റമായി കണക്കാക്കണമെന്നും ആത്മഹത്യാ പ്രവണതയുള്ളവരെ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു. ഈ കരാർ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾക്ക് കാരണമായേക്കാമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. കുട്ടികൾക്കും ദുർബലരായവർക്കും നേരെയുള്ള മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായും കത്ത് പറയുന്നു. ലണ്ടൻ ട്യൂബിൽ പണിമുടക്ക് ഭീഷണി, 4-day വീക്ക് പദ്ധതിക്കെതിരെ വോട്ടെടുപ്പ്. മാർച്ച് മാസത്തിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ലണ്ടൻ ട്യൂബ് ഡ്രൈവർമാർ 4 ദിവസത്തെ തൊഴിൽ വാരാചരണത്തിനെതിരെ സമരം ചെയ്യുന്നതിനായി വോട്ട് ചെയ്യും. ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതി റദ്ദാക്കണമെന്നാണ് RMT യൂണിയന്റെ ആവശ്യം. നിലവിൽ ട്യൂബ് ഡ്രൈവർമാർ പ്രതിദിനം 7 മണിക്കൂർ 42 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം അവർ ആഴ്ചയിൽ 34 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയാകും. ഇത് ദിവസേനയുള്ള ഷിഫ്റ്റിൽ 48 മിനിറ്റ് വർധനവിന് കാരണമാകും. ഈ മാറ്റം ഡ്രൈവർമാരുടെ ക്ഷീണത്തെ വർദ്ധിപ്പിക്കുമെന്നും ഇത് ഡ്രൈവർമാരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ ഇടയാക്കുമെന്നും RMT യൂണിയൻ ആശങ്കപ്പെടുന്നു. വിപരീതമായി അസ്ലഫ് യൂണിയൻ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു. കാരണം ഇത് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ഡ്രൈവർമാരുടെ തൊഴിൽ സാഹചര്യങ്ങളിലെ ഏറ്റവും വലിയ പുരോഗതിയാണെന്ന് അവർ പറയുന്നു. RMT യൂണിയൻ അംഗങ്ങൾക്ക് സമരം ചെയ്യാനോ അതിന് സമാനമായ നടപടികൾ സ്വീകരിക്കാനോ ഉള്ള അധികാരം നൽകുന്ന ഒരു വോട്ടെടുപ്പ് ഫെബ്രുവരി 24 അവസാനിക്കും. ഈ വോട്ടെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ മാർച്ചിൽ പണിമുടക്ക് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ട്യൂബ് സർവീസുകളിൽ കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കും. നിലവിൽ ട്യൂബ് ഡ്രൈവർമാർ ഏകദേശം 75,000 പൗണ്ട് വാർഷിക ശമ്പളം നേടുന്നുണ്ട്. എന്നാൽ ഈ പുതിയ കരാർ നടപ്പിലാക്കുന്നതോടെ ശമ്പളം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. BBC ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നു. പ്രതിവർഷം 180 പൗണ്ടായി ഉയരും. ഏപ്രിൽ 1 മുതൽ BBC ലൈസൻസ് ഫീസ് 174.50 പൗണ്ടിൽ നിന്ന് 180 പൗണ്ടായി ഉയരും. സംസ്കാരം, മാധ്യമം, കായികം എന്നീ വകുപ്പുകളാണ് ഈ വർധനവ് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഈ 5.50 പൗണ്ട് വർധനവ് BBCയുടെ പ്രധാന ധനസഹായ മാർഗമാണ്. ഇത് കോർപ്പറേഷന് പ്രേക്ഷകർക്കു വേണ്ടി പ്രവർത്തിക്കാൻ സ്ഥിരമായ സാമ്പത്തിക അടിത്തറ നൽകാനും വിശാലമായ ക്രിയേറ്റീവ് വ്യവസായങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കുമെന്ന് DCMS പ്രസ്താവനയിൽ അറിയിച്ചു. പണപ്പെരുപ്പത്തിനനുസരിച്ചുള്ള വർധനവാണിത്. 2022 ലൈസൻസ് ഫീസ് കരാർ പ്രകാരം ഇത് ആവശ്യമായ ഒന്നാണ്. 2027 ഏപ്രിലിലും ഇത് CPI പണപ്പെരുപ്പത്തിനനുസരിച്ച് വീണ്ടും ഉയരും. ഗവൺമെൻറ് ലൈസൻസ് ഫീസിൻ്റെ ചെലവിൽ കുടുംബങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം മനസ്സിലാക്കുന്നുണ്ടെന്നും BBC യുടെ ധനസഹായ മാതൃക സുസ്ഥിരവും ന്യായയുക്തവും
താങ്ങാവുന്ന വിലയിലുള്ളതുമാണെന്ന് ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും DCMS കൂട്ടിച്ചേർത്തു. ലൈസൻസ് ഫീയുടെ ചെലവിൽ പൊതുജനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ചെറിയ തവണകളായി പണമടയ്ക്കാൻ സഹായിക്കുന്ന ലളിതമായ പേയ്മെൻറ്റ് പ്ലാനും തുടർന്നും ലഭ്യമാകും. 75 വയസ്സിന് മുകളിലുള്ള പെൻഷൻ ക്രെഡിറ്റ് സ്വീകരിക്കുന്നവർക്ക് സൗജന്യ ലൈസൻസ് തുടരും. കൂടാതെ കെയർ ഹോം നിവാസികൾക്കും അന്ധർക്കും കുറഞ്ഞ ഫീസ് ലഭിക്കും. കറുപ്പും വെളുപ്പും ലൈസൻസിൻ്റെ വാർഷിക ചെലവും 2026-27 കാലയളവിൽ 58.50 പൗണ്ടിൽ നിന്ന് 60.50 പൗണ്ടായി ഉയരും. BBC-യുടെ ഭാവി ധനസഹായത്തെക്കുറിച്ചുള്ള സർക്കാർ ചർച്ചകളും പൊതു കൂടിയാലോചനകളും പുരോഗമിക്കുകയാണ്. ടിക്ടോക്ക് വഴി അനധികൃത തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. റെയ്ഡുകൾ ചെറുക്കാൻ പരിശീലനം. അനധികൃതമായി UK-യിൽ ജോലി ചെയ്യുന്നവരെ ലക്ഷ്യമിട്ട് റെയ്ഡുകൾ എങ്ങനെ ചെറുക്കാമെന്ന് പഠിപ്പിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ ടിക്ടോക്കിൽ സജീവമാകുന്നു. ബ്രിട്ടനിലെ ഹോം ഓഫീസ് റെയ്ഡുകളിൽ സഹകരിക്കരുതെന്നും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്നും അവരുടെ പ്രവർത്തനങ്ങൾ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കണമെന്നും നിർദ്ദേശിക്കുന്ന വീഡിയോകൾ പ്രചരിക്കുന്നു. അർബേനിയൻ വംശജയായ എഡ്ലിറ മേഷോവ് എന്ന യുവതിയാണ് ഇതിനു പിന്നിൽ. 28,000 ഫോളോവേഴ്സുള്ള ഇവരുടെ ടിക്ടോക്ക് അക്കൗണ്ട് വഴി ഇറ്റ്സ് കിങ് ലിറ എന്ന പേരിൽ ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്നു. UK-യിൽ അഭയാർത്ഥികളായി എത്തിയ ഇവർക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ICE ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളുമായി ഇതിനെ താരതമ്യപ്പെടുത്തുന്ന ഇവർ ഇവിടെയും അതേ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ വർഷം UK-യിൽ 12,800 റെയ്ഡുകൾ നടന്നതായും 9,000-ത്തിലധികം അനധികൃത തൊഴിലാളികളെ അറസ്റ്റിലായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റെസ്റ്റോറൻറ്റുകൾ, ടേക്ക് അവേകൾ, കഫേകൾ എന്നിവിടങ്ങളിലാണ് ഇത്തരം നിയമലംഘനങ്ങൾ കൂടുതലായി കാണുന്നത്. ഇതൊരു റെയ്ഡാണോ? ഒഴിഞ്ഞു പോകരുത്, നമുക്ക് ഒരുമിച്ച് റെയ്ഡുകളെ ചേർക്കാം എന്നൊരു പോസ്റ്റിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കാനും സുഹൃത്തുക്കളെ അറിയിക്കാനും പ്രതിരോധിക്കുന്നതിനായി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും നിർദ്ദേശിക്കുന്നു. 18-ാം തീയതി മുതൽ A18-ൽ ഭാഗികമായി ഗതാഗതത്തിന് തടസ്സം. കുടിവെള്ള വിതരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആംഗ്ലിയൻ വാട്ടർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് A18 റോഡിൻ്റെ ഒരു ഭാഗം ഫെബ്രുവരി 13 വൈകുന്നേരം 7 മണി മുതൽ ഫെബ്രുവരി 16 രാവിലെ 6 മണി വരെ അടച്ചിടും. എസെക്സിൽ നിന്ന് നോർത്ത് ലിങ്കൻഷെയർ വരെയുള്ള സ്ട്രാറ്റജിക് പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിനും ജലക്ഷാമത്തെ നേരിടുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണെന്ന് SPA പ്രോഗ്രാം മാനേജർ കോളിൻ വിൽക്കിൻസൺ പറഞ്ഞു. മോശം കാലാവസ്ഥയോ മറ്റ് അപ്രതീക്ഷിത സാഹചര്യങ്ങളോ കാരണം ആദ്യഘട്ടത്തിൽ തടസ്സമുണ്ടായാൽ ഫെബ്രുവരി 20 മുതൽ 23 വരെ രണ്ടാമത്തെ അടച്ചിടൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആംഗ്ലിയൻ വാട്ടറിൻ്റെ 11 ബില്യൺ പൗണ്ടിൻ്റെ നെറ്റ്വർക്ക് നവീകരണത്തിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വർദ്ധിച്ചുവരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ജലക്ഷാമത്തെയും നേരിടാൻ ഇത് സഹായിക്കും. പ്രാദേശിക സമൂഹത്തിൻ്റെ ക്ഷമയ്ക്കും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പദ്ധതി ഭാവി തലമുറകൾക്ക് ജലലഭ്യത ഉറപ്പാക്കാനും സമൂഹത്തെയും പരിസ്ഥിതിയെയും പിന്തുണയ്ക്കാനും ലക്ഷ്യമിടുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.